ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡോർമൻസി സമയമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒത്തിരി പേര് നമുക്കിങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്, അവരുടെ താമര പൂക്കുന്നില്ല, അതുപോലെ തന്നെ പോട്ട് ചെയ്തത് കരിഞ്ഞു പോകുന്നു, ഫ്ലവർ ചെയ്യുന്നില്ല, ഈ സമയത്ത് ട്യൂബർ വാങ്ങാൻ പറ്റുമോ, അങ്ങനെ ഒത്തിരി സംശയങ്ങളുണ്ടാവാം പുതിയതായി വരുന്ന ആൾക്കാർക്കൊക്കെ താമരയിലോട്ട്. അപ്പം അതിലൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെ ചാനലിൽ ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പം ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ആദ്യം തന്നെ ഡോർമൻസി എന്താണെന്ന് പറയാം. ഡോർമൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസംബർ, അതായത് നവംബർ ലാസ്റ്റോട് കൂടി ഡിസംബർ ജനുവരി പകുതി വരെ നമുക്ക് ഡോർമൻസി സമയം, അതായത് മഞ്ഞുകാലം എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് നമ്മൾ താമരകളൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെ താമരകളൊക്കെ ഒന്ന് അത്ര പൂവിടുക കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. അങ്ങനെയാണ് അതിനാണ് ഡോർമൻസി സമയം എന്ന് പറയുന്നത്. അതായത് താമരയുടെ ഒരു സൈക്കിൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഉള്ളൊരു ഒരു റെസ്റ്റിംഗ് സമയമാണ് ഈ ഒരു സമയം. അതായത് അവർ പുതിയ ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാണ്, പൂക്കളൊന്നും തരത്തില്ല ഈ സമയത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതെൻ്റെ വീട്ടിലുള്ള ഒരു താമരയാണ് കേട്ടോ. അപ്പോൾ താമരയുടെ പോട്ട് കണ്ടില്ലേ നിങ്ങൾ, ഇതേപോലെയാണ് നമുക്ക് ഡോർമൻസി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. അതായത് നമ്മളെ താമരയുടെ പ്രത്യേകിച്ച് ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, പുതിയ ഇലകൾ വരികയോ അല്ലെങ്കിൽ പൂവ് ബഡൊന്നും വരത്തില്ല, ഇങ്ങനെ സ്റ്റക്കായ പോലെ ഇരിക്കും കേട്ടോ. ഇതെൻ്റെ വേറൊരു ഡോർമെൻ്റ് ആകാൻ പോകുന്ന ഒരു പ്ലാന്റാണ്, കണ്ടില്ല. ഇതേപോലെ മൊത്തത്തിലൊരു തൂങ്ങിപ്പിടിച്ച അവസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഡോർമൻസി ആയോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ഒരുവിധം എല്ലാം തന്നെ നമുക്കിപ്പോൾ എൻ്റേത് ഇപ്പോൾ ഡോർമൻസിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ വൈറ്റ് പിയോൺ നന്നായി ഫ്ലവർ ചെയ്തേക്കുന്ന ഒരു പോട്ടായിരുന്നു, പക്ഷെ അതും ഇപ്പം ഒരു ഉറക്കത്തിലേക്ക് പോയി എന്ന് പറയാം. ഇതൊക്കെ ലക്ഷ്മി, അതുപോലെ തന്നെ അമേരിക്കമേലിയൊക്കെ എൻ്റേത് ഡോർമൻസിയിലോട്ട് പോയി കേട്ടോ. അപ്പം നമ്മൾ ഈ സമയത്ത് വെറീഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് ട്യൂബേഴ്സ് ഫോം ചെയ്യുന്ന സമയമാണ്, നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. അവരങ്ങനെ വിട്ടേക്ക്, ഡിസ്റ്റർബ് ചെയ്യാനൊന്നും നിൽക്കേണ്ടതില്ല, അവരങ്ങനെ വിടുക. പിന്നെ കുറച്ച് വെള്ളം നമ്മളെപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വെള്ളം ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ഉണങ്ങിപ്പോവും. അത് കാരണം പിന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ മാസം നട്ടേക്കുന്നതാണ് കേട്ടോ. ഇത് കോക്കനട്ട് മിൽക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പം ഇത് കണ്ടില്ല, ഇതിപ്പോൾ ഒരു ബഡ് പോലും ഇല്ല, പക്ഷെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ബഡ് പോലും തന്നിട്ടില്ല. അതായത് അതിൻ്റെ ഇനിയത് ഇങ്ങനെ നിന്നത് പുതിയതല്ല. അതായത് ഇനി ഇങ്ങനെ നിന്നത് ഡോർമൻസിയിലോട്ട് പോവും. അതായത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പൂക്കളൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഉണ്ടാവില്ല, 90% ഉറപ്പാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ട്യൂബർ വാങ്ങി നട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നട്ടിട്ടുള്ള ഒരു ട്യൂബറാണ് കേട്ടോ. അപ്പം ഈ സമയത്ത് നമ്മൾ നടുന്ന സമയത്ത് കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ട്യൂബർ നട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതേപോലെ ചെറിയ ലീഫ് വരും, പിന്നെ കുറച്ചും കൂടി വലിയ ലീഫ് വരും, പിന്നെ അതിനേക്കാളും വലിയ ലീഫ് വരും, ഫ്ലോട്ടിംഗ് ലീഫ് വരും, പിന്നെ സ്റ്റാൻഡിങ് ലീഫ് വരും, അതിൻ്റെ കൂട്ടത്തിൽ ബഡ് വരും. അങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഈ ഡോർമൻസിൽ നടുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതേപോലെ കുറച്ച് വലിയ ലീഫ് വന്നതിന് ശേഷം പിന്നെയും ചെറിയ ലീഫാണ് വരിക. അതായത് നമ്മൾ ട്യൂബർ നട്ടിട്ട് ലീഫുകൾ വന്ന് പിന്നെയും നമുക്ക് ചെറിയ ലീഫാണ് വരുന്നുണ്ടാവുക. അതായത് ഇത് ഡോർമെൻ്റ് ആയി പോയി എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അപ്പം ബിഗിനേഴ്സൊക്കെ ബിഗിനേഴ്സിനൊന്നും ഇത് മനസ്സിലാവാനോ ഒന്നും, അവർ പൂക്കൾ മാത്രം നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരു ലോട്ടസിലേക്ക് വരുമ്പോൾ നമ്മൾ ട്യൂബർ വാങ്ങി സെയിൽ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് എല്ലാവർക്കും വരുന്നുണ്ടാവുക. നമുക്ക് പൂവ് കാണണം എന്ന് വെച്ചിട്ടായിരിക്കില്ല നമ്മളൊരു ലോട്ടസിൻ്റെ ട്യൂബർ വാങ്ങി, നമ്മളെ വീട്ടിലൊരു പൂവ് കാണണം എന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു താമര അല്ലെങ്കിൽ ഒരു ട്യൂബർ വാങ്ങുന്നത്. അപ്പം ഇത് ആർക്കും മനസ്സിലാവില്ല ഡോർമൻസി എന്താണെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമുക്കൊരു വീട്ടിലൊരു പൂ വേണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് 90% നമുക്ക് പൂവ് കിട്ടില്ല, അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളായിരിക്കും ഇപ്പോൾ ഇതൊക്കെ എൻ്റെ സ്റ്റാറ്റസ് കാണുന്നവർ ചോദിക്കാറുണ്ട്, അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പൂവ് ഇരിയുന്നതെന്ന് ചോദിക്കുന്നവരോട്, ഇതൊക്കെ ഞാൻ 2-3 മാസം മുന്നേ പോട്ട് ചെയ്തിട്ടുള്ള താമരകളാണ് ഇപ്പോൾ ഈ ഫ്ലവർ ചെയ്തേക്കുന്നത്. ഈ സമയത്ത് നടുന്ന താമരകളൊന്നും നമുക്ക് ഫ്ലവർ ചെയ്യത്തില്ല. ചില വെറൈറ്റീസൊക്കെ ഡോർമെൻ്റ് ആവും, ചില വെറൈറ്റീസ് ഇങ്ങനെ നമുക്ക് ഇതൊക്കെ 2-3 മാസമായി ഞാൻ പോട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലൊക്കെ ബഡ് വന്നേക്കുന്നത്. ഇത് കണ്ടില്ല, സ്റ്റാൻഡിങ് ലീഫ് ഇങ്ങനെ കണ്ടില്ലേ, ഇതേപോലെ സ്റ്റാൻഡിങ് ലീഫ് വരും, പക്ഷേ ഇതിൽ ബഡ് ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ നടുന്നതൊക്കെ ഇങ്ങനെ ഇരിക്കും, അതായത് ബഡ് ഉണ്ടാവില്ല, സ്റ്റാൻഡിങ് ലീഫ് വരും, വീണ്ടും സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ട് ഗ്രോത്ത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. അങ്ങനെയാണ് ഡോർമൻസിയിലോട്ട് പോകുന്നത്. ഇതാണ് ഡോർമൻസി കാലം എന്ന് പറയുന്നത്.
അപ്പോൾ ഈ സമയത്ത് നമുക്ക് നല്ല ബെനിഫിറ്റുള്ള കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ഒത്തിരി ട്യൂബേഴ്സ് കിട്ടും, നമുക്ക് സെയിൽ ചെയ്യാം ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് ട്യൂബർ നടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ട്യൂബർ വാങ്ങി വെക്കേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആമ്പലൊന്നും ഈ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. ഇങ്ങനെ വിവി പാരസൈറ്റ്, അതായത് ഇലയിൽ നിന്ന് പൊടിക്കുന്ന ആമ്പലുകൾക്കൊന്നും ഈ ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സ്, ജപ്പോണിക്ക് അങ്ങനത്തെ അവർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. താമരകൾക്കാണ് ഈ ട്യൂബർ ഫോം ചെയ്യുന്ന ടൈപ്പ് ആമ്പലുണ്ട്, പിന്നെ താമരയ്ക്കുണ്ട്, അവർക്കാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ളൂ കേട്ടോ. അപ്പം ആമ്പലുകൾക്ക് നിങ്ങൾക്ക് വാങ്ങാം, അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാം. പക്ഷെ താമര ഈ സമയത്ത് വാങ്ങണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഫോർ ബിഗിനേഴ്സിന് ഇപ്പോൾ അപ്പോൾ ആദ്യമായിട്ട് ട്യൂബേഴ്സ് വാങ്ങുന്നവർ എന്തായാലും ജനുവരി ഒരു പകുതിയോട് കൂടിയിട്ട് പകുതി ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ട്യൂബേഴ്സ് വാങ്ങി നടുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂക്കൾ കിട്ടില്ല, അത് ഉറപ്പാണ്. കാരണം പൂക്കൾ കാണാണ്ട് നിങ്ങൾ സങ്കടപ്പെട്ട് ഇരിക്കേണ്ടത്. നിങ്ങൾക്ക് താമരയോടുകൂടി തന്നെ നമുക്ക് ആദ്യം ഒരു താമര നട്ടത് പിന്നെ പൂക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിനോടൊരു മൈൻഡ് കിട്ടില്ല, അപ്പം അതിനോട് ഇഷ്ടം തോന്നത്തില്ല. അപ്പം നിങ്ങൾ അതിനോട് ഫസ്റ്റ് തന്നെ നിങ്ങളത് ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതേപോലെ ആയിരിക്കും നമ്മളൊരു താമര വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഒന്നും തന്നെ ഗ്രോത്ത് ഇല്ലാതെ ഇങ്ങനെ ഒരു മുരടിച്ച പോലെ ഇരിക്കും. അപ്പം അത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇഷ്ടമാവില്ല. എന്തായാലും അത് ഫോർ ബിഗിനേഴ്സിന് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ അത് കാരണം നിങ്ങൾ എന്തായാലും ജനുവരി കഴിഞ്ഞിട്ട് വാങ്ങാനാണ് ഞാൻ എന്തായാലും പറയത്തുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരുപാട് പേര്, ഞാനടക്കം സെല്ല് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ട്യൂബേഴ്സ്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, നോക്കിയിട്ട് വാങ്ങുക, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഡോർമൻസി സമയമായതുകൊണ്ട് പൂക്കൾ കിട്ടുന്നതെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പം ഇനി വാങ്ങുന്നവരൊക്കെ ജനുവരി കഴിഞ്ഞിട്ട് വാങ്ങിക്കോളൂ, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ നമ്മളെപ്പോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി വെക്കാം. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ജനുവരി കഴിഞ്ഞിട്ട് നമുക്കത് റീപോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് സെല് ചെയ്യാം. വീണ്ടും നമുക്ക് പോട്ട് ചെയ്താൽ ഒരു മാസം കൊണ്ട് നമുക്ക് ഫ്ലവേഴ്സ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഡോർമൻസി സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ താമരയൊക്കെ കരിഞ്ഞു പോകുന്നത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത്. അപ്പം ഈ സമയം അങ്ങനെയാണ്, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു ജനുവരി കഴിയുന്ന വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് താമരയ്ക്ക് വാങ്ങി വെച്ച് പൂക്കളൊക്കെ കാണുക കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഇനി നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഇതിന് ഡോർമൻസിനെ കുറിച്ചിട്ടോ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ.